സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് 2025 അതിഗംഭീരമായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികൾക്കായുള്ള വരവേൽപ്പ് 2025 അതിഗംഭീരമായി നടത്തി. ചടങ്ങിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖല തന്നെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ SMT സ്കൂൾ മാത്രം നോക്കിയാൽ മതി അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ. എത്ര പുതിയ ബിൽഡിങ്ങുകളാണ്, എന്നും അവിടെ കൺസ്ട്രക്ഷനാണ്. കഴിഞ്ഞ വർഷം ഇലക്ഷൻ സമയത്ത് ബൂത്തിൽ വൈകുന്നേരം തലേ ദിവസം നമ്മൾ പോയ സമയത്ത് അവിടെ എത്തിയ ഒരാൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടെ ഈ സാധനങ്ങളും നിർമ്മാണ ഉപകരണങ്ങളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഇത് കഴിഞ്ഞില്ലേ, ഇതുവരെ പണി കഴിഞ്ഞില്ലേ? അപ്പോൾ ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ആ പണി കഴിഞ്ഞു, അടുത്ത ബിൽഡിങ്ങിന്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ തുടർച്ചയായി പുതിയ ബിൽഡിങ്ങുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടീച്ചറോടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഹയർ സെക്കൻഡറി കുട്ടികൾ കുറച്ച് അസൗകര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇവിടെ പഠനം നടത്തിയിരുന്നത്. എന്നാൽ ഈ വർഷം എല്ലാ സംവിധാനങ്ങളും സജ്ജമായ വർഷമാണ്. 2 പുതിയ ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനം ഈ അടുത്ത ദിവസം തന്നെ നടക്കാനിരിക്കുകയാണ്. ലാബ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്, അതും ഒരു കുറവായി മറ്റുള്ളവർ. PTA പ്രസിഡന്റ് മനോജ് കുമാർ MP അധ്യക്ഷത വഹിച്ചു. ഇപ്പോഴും അലോട്ട്മെന്റൊന്നും കിട്ടാതെ സപ്ലിമെന്ററി ആശ്രയിക്കാൻ ഈ സ്കൂളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മറ്റു സ്കൂളിലേക്ക് തങ്ങളുടെ വിദ്യാഭ്യാസം ആഗ്രഹിക്കാൻ പോകുന്ന, നടക്കാൻ വേണ്ടി താല്പര്യമുള്ള ഒട്ടേറെ കുട്ടികൾ, കുറച്ച് കുട്ടികളും കൂടി അവിടെയുണ്ട്, പുറത്തുണ്ട്. അവരെയും കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രവേശനോത്സവം കൂടുതൽ ഭംഗിയാകുക. അടുത്ത ദിവസങ്ങൾ തന്നെ അത് പൂർത്തിയാകും. നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടു, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വിപത്തായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. പ്രവേശനോത്സവം +1 വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നില്ല, രക്ഷിതാക്കൾക്ക് കൂടിയുള്ള ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ അസോസിയേറ്റ് NCC ഓഫീസർ 24 കേരള ബറ്റാലിയൻ തൃശൂർ മേജർ PJ സ്റ്റൈജു കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും വിശദമായി ക്ലാസ് എടുത്തു. റൂമിൽ കയറി ഇരുന്നിട്ട് ഈ മുതലിൽ ഇരുന്നിട്ട് ഇവർ നോക്കണത് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ വന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരാളും രക്ഷിതാക്കളും കിടക്കണകത്തേക്ക് മൊബൈൽ കൊണ്ടുവരുത്. ഉറപ്പിക്കണം, പണി കുറച്ചുണ്ട്. നിങ്ങൾ വിചാരിച്ചത് വന്നിട്ട് പോവാം അല്ലേ, പ്രസംഗം പറഞ്ഞിട്ട് എല്ലാവിധ, അങ്ങനെയല്ലേ ഞാൻ പറയുക. അപ്പനമ്മയും ചെയ്യട്ടെ, മക്കൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങളോട് മാത്രമല്ല ഞാൻ പറയണേ, എന്താ പറയണേ, തന്താരോടും തള്ളാരോടും പറയണേ. ഞാൻ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോഴേ എല്ലാവരും മൊബൈൽ പിടിച്ചിരിക്കുക. ഞാൻ അതായിട്ട് ഇരിക്കുക. ആരെങ്കിലും സംസാരിക്കണ്ടേ? വയസ്സായ 95 വയസ്സായിട്ട് ചാവാൻ പോണ അപ്പാപ്പൻ വരെ നമ്മുടെ വീടുകള് പലർന്നല്ലോ. NSS പേടിയ കാരണം എന്താ വെച്ചാൽ മനസ്സ് നന്നാവട്ടെ എന്ന് പറഞ്ഞ് മനസ്സ് മാത്രം നന്നാവാത്ത ആളുകളാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. ഈ മൊബൈല് നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനായിട്ട് മൊബൈൽ കൊടുത്താൽ അവർ പഠിപ്പല്ല നടക്കും. സ്കൂൾ പ്രിൻസിപ്പൽ സുനിത N സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചേലക്കര പഞ്ചായത്ത് മെമ്പർ T ഗോപാലകൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ ഫാത്തിമ സുഹറ, SMC ചെയർമാൻ AG രാജൻ, PTA പ്രസിഡന്റ് സുമ അയ്യപ്പൻ, PTA വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ, വിദ്യാർത്ഥി പ്രതിനിധി അനാമിക എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കൂടാതെ പഞ്ചായത്ത് മെമ്പറായ ഗോപി ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി CM അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.